DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് പാചക ആവശ്യത്തിന് വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരും ഹോട്ടലുകളിലും മറ്റും വാണിജ്യ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരും മാർച്ച് 25 മുതൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഷെയർ ചെയ്യുന്നത്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണത്തെ തുടർന്നുണ്ടായ പശ്ചിമേഷ്യൻ സംഘർഷം 25 ദിവസം കഴിഞ്ഞതോടെ ലോകമെമ്പാടും ഇന്ധന ദൗർലഭ്യവും LPG ഗ്യാസ് ക്ഷാമവും ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ നമ്മുടെ രാജ്യത്തേക്ക് വന്നുകൊണ്ടിരുന്ന LPG ഗ്യാസിന്റെ വരവിൽ വലിയ തോതിൽ തടസ്സങ്ങൾ നേരിട്ടതിനെ തുടർന്നുണ്ടായ LPG ക്ഷാമം ഇനിയും തുടരുന്നതിനാൽ സർക്കാർ ഭാഗത്തു നിന്നും വീണ്ടും ചില നിയന്ത്രണങ്ങൾ വരുവാൻ പോവുകയാണ്. അതേസമയം പരിമിതമായ സ്റ്റോക്ക് ഉപയോഗിച്ച് കൂടുതൽ കുടുംബങ്ങളിലേക്ക് LPG ഗ്യാസ് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നിലവിലുള്ള 14.2 കിലോഗ്രാം സിലിണ്ടറിലെ ഗ്യാസിന്റെ തൂക്കം 10 കിലോ ആയി കുറയ്ക്കുമെന്ന രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നു. 14.2 കിലോ സിലിണ്ടർ സാധാരണ നിലയിൽ 35 മുതൽ 40 ദിവസം വരെ ഒരു കുടുംബത്തിന് ഉപയോഗിക്കുവാൻ കഴിയാറുണ്ട്. 10 കിലോ സിലിണ്ടർ ഏതാണ്ട് ഒരു മാസം വരെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇത്തരത്തിൽ നിറ സിലിണ്ടറിന് പകരം 10 കിലോ LPG മാത്രമായി നൽകിയാൽ കൂടുതൽ പേർക്ക് LPG സിലിണ്ടറുകൾ വിതരണം ചെയ്യാൻ കഴിയുമെന്നും അതിനുള്ള നടപടികൾ ഇന്ധന കമ്പനികൾ ആരംഭിച്ചുവെന്നുമായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. എന്നാൽ LPG പ്രതിസന്ധി നേരിടാൻ ഗാർഹിക ആവശ്യങ്ങൾക്കായുള്ള സിലിണ്ടറിലെ തൂക്കം കുറച്ച് 10 കിലോഗ്രാമിൻ്റേതാക്കുമെന്ന വാർത്തകൾ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇത്തരമൊരു നീക്കം ഇല്ലെന്നും ഇത് ഊഹാപോഹം മാത്രമാണെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. ദയവായി ഇത്തരം വാർത്തകൾ വിശ്വസിക്കരുതെന്നും സുജാത ശർമ്മ വ്യക്തമാക്കി. നിലവിലൊരു ഗ്യാസ് ലഭിച്ച ശേഷം വീണ്ടും അടുത്തത് ലഭിക്കണമെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസം കഴിയേണ്ടതുണ്ട്. നഗരപ്രദേശങ്ങളിലാണെങ്കിൽ 25 ദിവസവും കഴിയണം. അനുവദിച്ചിരിക്കുന്ന ഈ ദിവസങ്ങൾക്ക് മുൻപായി ഏതെങ്കിലും ഒരു രീതിയിൽ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുവാൻ ശ്രമിച്ചാൽ അത് പരാജയപ്പെടും. ഇനി ഏതെങ്കിലും ഒരു രീതിയിൽ ബുക്കായി എന്ന രീതിയിലാണെങ്കിൽ പോലും വിതരണ സമയത്ത് നമുക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കുകയില്ല എന്ന അറിയിപ്പായിരിക്കും വിതരണ ഏജൻസിയുടെ സിസ്റ്റത്തിൽ കാണുക. അതിനാൽ സിലിണ്ടറുകൾ ലഭിക്കുന്ന തീയതി ശ്രദ്ധിക്കുക. സിലിണ്ടർ ലഭിച്ച 45 ദിവസം അല്ലെങ്കിൽ നഗരത്തിലാണെങ്കിൽ 25 ദിവസം ആകുന്ന സമയത്ത് തന്നെ അടുത്ത സിലിണ്ടറിന് ബുക്ക് ചെയ്യുകയും ചെയ്യുക. ഏകദേശം 93,000 ടൺ LPGയുമായി 2 വലിയ ഇന്ത്യൻ കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടന്ന് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇവ മാർച്ച് 26-നും 28-നും ഇടയിൽ ഇന്ത്യൻ തുറമുഖങ്ങളിലെത്തും. കേരളത്തിൽ കൊച്ചി തുറമുഖത്ത് ഫെബ്രുവരി 28-ന് ശേഷം ഗ്യാസ് കപ്പലുകൾ എത്തിയിട്ടില്ല. നിലവിൽ തമിഴ്നാട്ടിലെ എന്നൂർ, കർണാടകത്തിലെ മംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ള വിതരണത്തെയാണ് കേരളം പ്രധാനമായും ആശ്രയിക്കുന്നത്. ലോക കമ്പോളത്തിൽ LPGയുടെ വില കുതിച്ചുയർന്നതിനാൽ ഏപ്രിൽ 1 മുതൽ രാജ്യത്ത് ഗ്യാസ് വില വർധന ഉണ്ടായേക്കും. മാർച്ച് മാസത്തിൽ ഗാർഹിക വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ വർധനവ് വരുത്തിയിരുന്നു. 14.2 കിലോഗ്രാം ഗാർഹിക സിലിണ്ടറിന് 60 രൂപ ഈ മാസം വർദ്ധിപ്പിച്ചു. കേരളത്തിലെ വിവിധ നഗരങ്ങളിൽ ഏകദേശം 920 മുതൽ 933 രൂപ വരെയാണ് നിലവിലെ വില. വീടുകളിലേക്ക് എത്തിക്കുന്നതിന് ദൂരം അടിസ്ഥാനമാക്കി 50 രൂപ വരെയൊക്കെ വിതരണക്കാർ ഇതുകൂടാതെ വാങ്ങുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു സിലിണ്ടറിന് 970 മുതൽ 1000 രൂപ വരെയാണ് മാർച്ച് മാസത്തിൽ നമുക്ക് നൽകേണ്ടി വരുന്നത്. അതുപോലെ ഗ്യാസ് ക്ഷാമം മൂലം ഹോട്ടലുകൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യം പരിഗണിച്ച് വാണിജ്യ LPG വിഹിതം 50% ഉയർത്തുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുമുണ്ട്. ഇത് മാർച്ച് 23 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇതോടെ രാജ്യത്ത് ഹോട്ടലുകൾക്ക് കൂടുതൽ സിലിണ്ടറുകൾ ലഭ്യമാകും. എന്നാൽ സംസ്ഥാനത്ത് ഹോട്ടലുകൾക്കുൾപ്പെടെ വാണിജ്യ സിലിണ്ടറുകൾ വിതരണം ചെയ്യാമെന്ന് കമ്പനികൾ ഉറപ്പു നൽകിയെങ്കിലും സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കാത്തതിനാൽ വിതരണം ആരംഭിച്ചിട്ടില്ല. ചീഫ് സെക്രട്ടറിയാണ് ഉത്തരവിറക്കേണ്ടത്. കേന്ദ്രം 20% വിഹിതം കൂടി പുനഃസ്ഥാപിച്ചിട്ടും സംസ്ഥാനം ഉത്തരവിറക്കാത്തത് വിവേചനമാണെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞു. അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായി ഇതിനെ പരിഗണിച്ച് പരിഹാരം കാണേണ്ടതിന് പകരം വിഷയം നീട്ടിക്കൊണ്ടു പോകുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഉത്തരവ് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് കരുതുന്നത്. LPG ഗ്യാസ് ക്ഷാമം നേരിടാൻ വഴിയുള്ള പാചകവാതകമായ PNG കണക്ഷനുകൾ പ്രോത്സാഹിപ്പിക്കുവാനാണ് സർക്കാരിന്റെ നീക്കം. സിറ്റി ഗ്യാസ് അഥവാ പൈപ്പ് ലൈൻ വഴിയുള്ള ഗ്യാസ് പാചക ആവശ്യത്തിന് വീടുകളിൽ ലഭിച്ചിട്ടുള്ളവർക്ക് ഇനി മുതൽ LPG സിലിണ്ടർ കണക്ഷൻ നൽകേണ്ടതില്ലെന്നും നിലവിൽ LPG കണക്ഷൻ ഉള്ളവർ അത് സറണ്ടർ ചെയ്യണമെന്നും നിർദ്ദേശം വന്നിട്ടുണ്ട്. വീടുകളിലേക്കുള്ള LPG സിലിണ്ടർ വിതരണം OTP അടിസ്ഥാനമാക്കിയാണ് നടന്നുവരുന്നത്. സിലിണ്ടർ കൃത്യമായ ആൾക്ക് തന്നെ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ DAC നിർബന്ധമാക്കി. അതായത് ഡെലിവറി ഒതന്റിക്കേഷൻ കോഡ്. സിലിണ്ടർ ഡെലിവറി ചെയ്യുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ഇത് ഡെലിവറി ബോയ്ക്ക് നൽകിയാൽ മാത്രമേ വിതരണം പൂർത്തിയാകൂ. ഒരു സാമ്പത്തിക വർഷം ഒരു കണക്ഷന് പരമാവധി 15 സിലിണ്ടറുകൾ വരെ മാത്രമേ ലഭിക്കൂ. ഇതിൽ 12 സിലിണ്ടറുകൾ സബ്സിഡി നിരക്കിലും ബാക്കി 3 വിപണി നിരക്കിലും ലഭിക്കും. നിയമപരമായി ഒരു വീട്ടിൽ ഒരേ സമയം പരമാവധി 2 സിലിണ്ടറുകൾ മാത്രമേ സൂക്ഷിക്കാൻ അനുവാദമുള്ളൂ. ഗ്യാസ് സിലിണ്ടറിന് 300 രൂപ സബ്സിഡി ലഭിക്കുന്ന ഉജ്ജ്വല യോജന സ്കീമിലുള്ളവർ എല്ലാ വർഷവും പൂർത്തിയാക്കേണ്ട ഗ്യാസ് മസ്റ്ററിംഗ് മാർച്ച് 31-നുള്ളിൽ പൂർത്തിയാക്കേണ്ട
പൂർത്തിയാക്കേണ്ടതുണ്ട്. ഗ്യാസ് സബ്സിഡി ലഭിക്കാത്തവരും KYC മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ വ്യക്തി ആധാറുമായി ഗ്യാസ് ഏജൻസി ഓഫീസിൽ പോയി സൗജന്യമായി KYC മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. അതല്ലെങ്കിൽ സർവീസ് ചാർജ് നൽകി അക്ഷയ കേന്ദ്രം പോലുള്ള ഓൺലൈൻ സേവാ കേന്ദ്രങ്ങൾ വഴിയും ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. ഗ്യാസ് സിലിണ്ടറിന് നിയന്ത്രണങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഒരു തവണയെങ്കിലും ഗ്യാസ് കണക്ഷൻ KYC അപ്ഡേഷൻ മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.